അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ കടുവ എന്ന ചിത്രം തിയേറ്ററിൽ അത്രയും വലിയൊരു സക്സസ് ആവാൻ കാരണം എന്താണെന്നാണ്. നമ്മൾ മുമ്പത്തെ എല്ലാ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത് പല ചിത്രങ്ങളൊക്കെ ആയാലും അല്ലെങ്കിൽ തിയേറ്ററിൽ വിജയിക്കേണ്ട ക്ലാസിക് സിനിമകളൊക്കെ ആയാലും അല്ലെങ്കിൽ നല്ലൊരു സിനിമയായിട്ട് തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള സിനിമകളുടെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഒരു നോർമലായിട്ടുള്ള കഥയായിട്ടും അല്ലെങ്കിൽ വലിയൊരു കഥ ബേസ് ചെയ്തൊന്നും പറയാത്ത കഥയായിട്ട് പോലും പൃഥ്വിരാജിന്റെ കടുവ എന്ന ചിത്രം അക്കാലത്തെ തിയേറ്ററിൽ വലിയൊരു വിജയം തന്നെയായിരുന്നു. അതിനെന്താണ് കാരണം എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെന്റ് തൊട്ട് തന്നെ തുടങ്ങാം. ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെന്റ് വന്ന ടൈമിൽ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിലായാലും കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന ഒരു ക്യാരക്ടറിലാണ് പൃഥ്വിരാജ് വരുന്നതെന്നും കൂടാതെ തന്നെ ഒരു പോലീസ് ജീപ്പില് പോലീസുകാരെ എല്ലാം തല്ലി ആ പോലീസ് ജീപ്പിന്റെ മണ്ടക്കായാലും ഇട്ട് ആ ഒരു പോലീസ് ജീപ്പിൽ തന്നെ കയറി വരുന്ന ഒരു സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ഒരു മാസമായിട്ടുള്ള നായകൻ എന്ന രീതിയിലായിരുന്നു ആ ഒരു പോസ്റ്ററിലായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. സുരേഷ് ഗോപിയുടെ ഒറ്റക്കോപ്പൽ എന്ന സിനിമയും കടുവ എന്ന ചിത്രത്തിന്റെ കഥ സെയിം ആണ്. കൂടാതെ തന്നെ ക്യാരക്ടേഴ്സിന്റെ പേര് ഒരുപോലെയൊക്കെ ആയതുകൊണ്ട് ഒരേ രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വലിയ രീതിയിൽ കേസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കടുവ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആയാലും ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആയാലും ഒക്കെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ട് കഥയെന്നൊക്കെ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ട് ചിത്രത്തിന്റെ രണ്ട് രീതിയിലുള്ള ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുള്ളത്. രണ്ട് രീതിയിലെന്ന് ഉദ്ദേശിച്ചതിന് കാരണം കടുവ എന്ന ചിത്രത്തിൽ കടുവക്കുന്നിൽ കുറുവച്ചൻ എന്ന പേര് മാറ്റി കടുവക്കുന്നിൽ കുരിയാച്ചൻ എന്ന പേരിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ ക്യാരക്ടറൊക്കെ ആയാലും. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഷാജി കൈലാസ് ആയിരുന്നു സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. പണ്ടത്തെ ഷാജി കൈലാസ് സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മാസ്മരിക ആക്ഷൻ റോൾ അല്ലെങ്കിൽ ആക്ഷൻ രീതിയിൽ വരുന്ന ഒരു നായകനെ ആയിരുന്നു നമുക്ക് ഷാജി കൈലാസ് മിക്ക മാസ് സിനിമകളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലൊരു മാസ് രംഗം അല്ലെങ്കിൽ ഒരു മാസ് റോള് ഇതിൽ പൃഥ്വിരാജിനെ കാണാൻ സാധിക്കുമെന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇറങ്ങി. എല്ലാവരും തന്നെ പ്രതീക്ഷയിലും അപ്പുറം വരുന്നൊരു ടീസർ ആയിരുന്നു. കാരണം നമ്മൾ ഈ ഒരു രീതിയിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തേക്ക് ഒരു എല്ലാവരും അല്ലെങ്കിൽ വലിയ രീതിയിൽ തരംഗമായ ഒരു സംഭവം തന്നെയായിരുന്നു. ഒരു അച്ചായനായിട്ടുള്ളൊരു വേഷമുള്ളൊരു പുള്ളി ആ പോലീസുകാരെ ഇടിക്കുകയും വലിയൊരു അവിടുത്തെ ആ നാട്ടിലെ വലിയൊരു ആളായിട്ടൊക്കെ നടക്കുന്ന ഒരു സംഭവം പലവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു കാര്യം. കാരണം കോട്ടയം കുഞ്ഞിച്ചൻ എന്ന റോളിൽ മമ്മൂക്കനൊക്കെ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു അച്ചായൻ കഥാപാത്രമൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. കൂടാതെ ആ ഒരു അച്ചായൻ കഥാപാത്രം വലിയ രീതിയിൽ മാസമായിട്ടും കൂടാതെ തന്നെ മുണ്ടുമടക്കിയുള്ള അടിയും പോലീസുകാരെ ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ വലിയ രീതിയിൽ തന്നെ പലവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു രീതിയിൽ പൃഥ്വിരാജ് വരുമ്പോൾ എല്ലാവർക്കും തന്നെ വലിയ രീതിയിൽ ക്യൂരിയോസിറ്റി തോന്നി. കാരണം പൃഥ്വിരാജിന്റെ ഈ ഒരു ടൈപ്പ് സിനിമകൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. കൂടാതെ തന്നെ ഈ ഒരു ടൈപ്പ് മുണ്ടുമടക്കി കുത്തിയുള്ള അടിയൊക്കെ ആ ഒരു ടൈമിൽ ഈ സിനിമ ഇറങ്ങിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ടൈമിൽ മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും ആ ടിപ്പിക്കൽ സിനിമകളൊന്നും പുറത്തിറങ്ങാത്ത ഒരു ടൈമായിരുന്നു. ആ ഒരു ടൈമിലാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഷാജി കൈലാസ് കുറേ നാൾക്ക് ശേഷം ഒരു മാസ് സിനിമ എടുക്കുന്നതുകൊണ്ട് തന്നെ കിടിലമായിട്ട് തന്നെയായിരുന്നു ചിത്രം വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു ചിത്രത്തിന് മേക്കിംഗ് ആണ് നിങ്ങൾ എടുത്ത് നോക്കുക. മേക്കിങ്ങിലാണ് ഈ ഒരു ചിത്രം പകുതി ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു 80% പിടിച്ചു നിന്നിട്ടുള്ളതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ചിത്രത്തിന്റെ തുടക്കം മുതലായാലും നമ്മൾ ലാഗ് അടുപ്പിക്കാതെ കുറേ മാസ് രംഗങ്ങളിലൂടെയും ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ആ BGM ഒക്കെ ആയാലും അതേതായ സമയത്തൊക്കെ ഇടുകയൊക്കെ ചെയ്ത് മാസ് രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തെ നല്ല രീതിയിൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോവാണ്. ആ ഒരു ടൈമിൽ ഈ ഒരു ചിത്രത്തെ വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു ചിത്രത്തെ വില്ലൻ. ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചത് ഈ ഒരു ടിപ്പിക്കൽ സിനിമകളുടെ ഒക്കെ ഒരു കഥ ബേസ് ചെയ്താണ് എല്ലാവരും പുഷ്പ സിനിമയൊക്കെ പ്രതീക്ഷിച്ചത്. കാരണം പുഷ്പയിലായാലും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വില്ലന്മാർക്ക് സ്പേസ് ഉണ്ട് കടന്നു വരാൻ ആ ഒരു ചിത്രത്തിലൂടെ. കാരണം അന്ന് സിഡ്നിക്കേറ്റ് വലിയൊരു മെമ്പറായിട്ടുള്ള പുഷ്പേനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തകർക്കാൻ പല ആൾക്കാർ വരുമ്പോൾ കുറച്ചൊക്കെ തകർന്നിട്ട് അതിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു നായകനെയാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഈ സിനിമ അതിലാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റായി മാറിയിട്ടുള്ളത്. കാരണം ഈ ഒരു ചിത്രത്തിൽ നായകനെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ തന്നെ തോറ്റ് നിൽക്കുന്ന ഒരു ടൈമിൽ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചു എങ്ങനെ നായകൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു ടൈമിലായിരുന്നു സെക്കൻഡ് ഹാഫിൽ ശക്തമായി തിരിച്ചു വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ ഞാൻ പറയാൻ കാരണം എങ്ങനെ വലിയ വിജയമായെന്ന് പറയാൻ കാരണം ഈ ഒരു ചിത്രത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടിനാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോകുന്നത്. രണ്ടുപേരുടെ ഒരു ഈഗോ ക്ലാഷ് എന്ന രീതിയിൽ അതേ രീതിയാണ് അയ്യപ്പനും കോശി എന്ന ചിത്രത്തിലായാലും പോകുന്നത്. പക്ഷേ ഈ ഒരു ചിത്രത്തിലെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നായകൻ അങ്ങോട്ട് ചെന്ന് എല്ലാ ചിത്രത്തിലും വില്ലന്മാർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് നായകനുമായിട്ട് എതിരെ നിന്ന് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ വില്ലൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴോ ചെയ്ത് കഴിയുമ്പോഴൊക്കെയാണ് ഇവർ തമ്മിൽ അങ്ങോട്ടുള്ള ഒരു ക്ലാഷ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൽ നായകൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞ് വഴക്കുണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ എത്തി. അങ്ങനെയാണ് ഈ ഒരു ചിത്രം ഒരു ബിൽഡ് ചെയ്ത് വലിയൊരു പ്രശ്നത്തിലോട്ടൊക്കെ ആയി. പക്ഷേ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനെ വലിയ നെഗറ്റീവ് അടുപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഷാജി കൈലാസ് ഈ ഒരു സിനിമയും മൊത്തം. അത് കിടിലമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം ലാസ്റ്റിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആയാലും കിടിലമായിട്ട് തന്നെ ഉണ്ട്.
കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ കുറച്ച് പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇനിയും പറയാൻ പോകുന്നത്. ഈ ഒരു ചിത്രത്തിൽ ലൈറ്റ് നല്ല രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ലൈറ്റ് കൂടിപ്പോയിട്ടൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സ്ക്രീനിൽ വലിയ രീതിയിൽ തന്നെ അത് ഒരു ഇറിറ്റേഷൻ എന്ന രീതിയിലൊക്കെ ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൽ ലൈറ്റിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് ഒഴിച്ചു മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു കിടിലൻ ചിത്രം തന്നെയാണ്. കൂടാതെ വിവേക് ഒബ്രോയുടെ ആയാലും ഈ ഒരു ചിത്രത്തിലെ വില്ലൻ ക്യാരക്ടറൊക്കെ ആയാലും നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. ഷാജോൺ ഒക്കെ ആയാലും ഈ ഒരു ചിത്രത്തിലെ ആ പൃഥ്വിരാജിന്റെ ഒരു സ്വാഗ് മാസ് എലമെന്റ്സ് ഒക്കെ തന്നെയാണ് പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തിലായാലും കാണാൻ പിടിച്ചെടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ ടീസർ ഒക്കെ ആയാലും ഫസ്റ്റ് ടീസർ ആയാലും സെക്കൻഡ് ടീസർ ഒക്കെ ആയാലും നിങ്ങൾ എടുത്തു നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഒരു പക്ക മാസ് എന്റർടൈനർ ചിത്രമായിട്ടാണ് ഈ ഒരു ചിത്രത്തിലെ ടീസറുകളെല്ലാം കാണിച്ചു പോയിട്ടുള്ളത്. അത് തന്നെ പ്രതീക്ഷിച്ച് ആൾക്കാർ തിയേറ്ററിലോട്ട് പോയി. അതൊക്കെ തന്നെ എല്ലാവർക്കും തന്നെ കിട്ടുകയും ചെയ്തത്. കാരണം പറഞ്ഞാൽ അതൊരു മാസ് സിനിമയാണെന്ന് അവർ തന്നെ ഒന്ന് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ആൾക്കാർക്ക് പോയപ്പോൾ ഒരു കിടിലൻ മാസ് എന്റർടൈനർ തന്നെ തിയേറ്ററിൽ കാണാൻ പറ്റുകയും ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രമായാലും അത് വലിയൊരു ഹിറ്റ് ആവാൻ കാരണം. പല ചിത്രങ്ങളൊക്കെ ആയാലും കഥ ബേസ് ചെയ്ത് ഹിറ്റായില്ല, പരാജയപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചില ഒരു മേക്കിംഗ് കൊണ്ട് കുറേ മാസ് എലമെന്റ്സ് കൊണ്ടും വലിയ രീതിയിൽ സ്റ്റോറി ലൈൻസ് ഒന്നും ഇല്ലെങ്കിലും വലിയ രീതിയിൽ വിജയമാകാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് കടുവ എന്ന ചിത്രം. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ നിന്ന് ഏകദേശം 50 കോടി രൂപ കളക്ട് ചെയ്ത് സൂപ്പർ ഹിറ്റ് വിജയമായി മാറിയിട്ടുള്ള ഒരു പൃഥ്വിരാജ് ചിത്രം കൂടെയായിരുന്നു. എനിക്കായാലും പേഴ്സണലി ഒരു കിടിലൻ ചിത്രമായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രം തോന്നിയിട്ടുള്ളത്. പലവരുടെ ഒരു ഫേവറേറ്റ് ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രം. ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.